ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനോ ഇല്ലെങ്കിൽ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പൊറാട്ടയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊറാട്ടയൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഒക്കെ ബാക്കി വരാറില്ലേ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ പൊറാട്ട ആയതുകൊണ്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. വലിയ പൊറാട്ട ആണെങ്കിൽ 2 മതി കേട്ടോ. ഇനി അത് കൈകൊണ്ട് ഇതേപോലെ വേറൊരു ബൗളിലേക്ക് പിച്ചിട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ പൊറാട്ടയൊക്കെ നല്ലോണം പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് സോക്കായി വരാനാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് മേലെ ഒന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ മുട്ട അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നല്ലോണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊറാട്ട ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചില്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പീഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ ഇനി പൊറോട്ട വാങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പൊറോട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പ്ലേറ്റൊക്കെ ഇല്ലേ, അതായാലും മതി. ഇല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇല്ലെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രം ഇതേപോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്ററും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണും കൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ടിന്നുള്ളത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലും ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യും കിസ്മിസും ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി മേലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതേപോലെ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിനായിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് മുൻപ് തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു ടിന്ന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡി ആയി കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാന് വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് സിമ്മിലാക്കി ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ റെഡിയായി കിട്ടും. ഇപ്പം ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോഴേക്കും നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ മോൾ ഭാഗം ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നല്ല റെഡി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒരു കത്തിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ ഭാഗത്തും നല്ല വെന്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആകെ നമുക്ക് ഈ ഒരു കുക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സൽക്കാരങ്ങളിലും ഗസ്റ്റ് വരുമ്പോഴും ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്നും ആക്കാൻ എടുത്തിട്ടില്ല. ഇതേ ടിന്നിലോടെ തന്നെയാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലെയറായിട്ടൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഇത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഉണ്ട്. നല്ല സോഫ്റ്റാണ്. സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിൽ ഈ റെസിപ്പി നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.